കഴിഞ്ഞ കുറച്ച് ദിവസമായി മോട്ടോർ വാഹന വകുപ്പും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും ഓരോ ദിവസവും പല കാര്യങ്ങൾ കൊണ്ട് വാർത്തയിൽ ഇടപണിക്കുന്നുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത എയർ ഹോണുകൾ കൊച്ചിയിൽ ഇന്ന് റോഡ് റോളർ ഉപയോഗിച്ചാണ് നശിപ്പിച്ചത്. ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ആ നടപടി. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം ആദ്യം. കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടത്. നമുക്കൊപ്പം ദിവിഷ് മണിയും എ കെ സ്റ്റെഫിനും ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, മന്ത്രിയാണ്, മന്ത്രി നിർദ്ദേശങ്ങൾ കൊടുക്കും, സ്വാഭാവികമാണ്. പക്ഷെ എന്ത് പറഞ്ഞാലും അതേപടി ഉദ്യോഗസ്ഥർ അനുസരിക്കേണ്ടതുണ്ടോ? ഈ വിഷയത്തിൽ മന്ത്രിയല്ല ആദ്യം നിർദ്ദേശം കൊടുത്തതെന്ന് തോന്നുന്നു. കാരണം ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ മന്ത്രിയെ പ്രീതിപ്പെടുത്താൻ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു RTO ആണ് ആദ്യമേ ഇത് ഇങ്ങനെ ഒരു സംഭവം അതായത് ഇതിന്റെ സാഹചര്യം നമുക്കറിയാലോ. മന്ത്രി കൊച്ചിയിലെ പരിപാടിയിൽ വെക്കുന്നു, ഒരു വാഹനം കടന്നു വരുന്നു, ഉടൻ തന്നെ മന്ത്രി കണ്ടുടനെ പറയുകയാണ് അതിന്റെ പെർമിറ്റ് റദ്ദ് ചെയ്തേരെ, ഹോണ്. അന്വേഷണവും മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഉടൻ തന്നെ പിറ്റേ ദിവസം ഒരു ഉദ്യോഗസ്ഥൻ വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നു, ഇത് റോഡ് റോളർ കയറ്റി പൊട്ടിക്കണം. ചിലപ്പോൾ ഒരു പക്ഷേ അത് തമാശയായിട്ട് സൂചിപ്പിച്ചാണെങ്കിലും അത് ആ രീതിയിലേക്ക് അങ്ങ് മാറുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് മാത്രമല്ല അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇത്രയധികം ഹോണുകൾ ഈ നഗരത്തിലൂടെ കൊച്ചിയിലും നമ്മുടെ ഈ സംസ്ഥാനം ഒട്ടാകെ എയർ ഹോൺ വെച്ച് നിയമം ലംഘിച്ച് വാഹനങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ അതൊന്നും പരിശോധിക്കാൻ ഈ MV ഉദ്യോഗസ്ഥർക്ക് സമയം ഉണ്ടായിരുന്നില്ലേ? അതാണ് ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത്രയും നാൾ സമയം ഉണ്ടായിരുന്നില്ല. മന്ത്രി ഇത് പറഞ്ഞതിന് ശേഷം എടിപിടി എന്ന് പറഞ്ഞ കാര്യങ്ങളായി ലക്ഷക്കണക്കിന് രൂപയാണ് ഈ വാഹനങ്ങൾക്ക് ഫൈൻ മുഖാന്തരം ഇങ്ങോട്ടേക്ക് സർക്കാർ ഖജനാവിലേക്ക് വന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ ഒരു നല്ല മെസ്സേജും കൂടെ ഉണ്ട്. എല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള കണ്ട കാഴ്ചകൾ എല്ലാം ഒരു ഷോ ആയി മാറിയിട്ടുണ്ട്. ആൾക്കാർ കാണണം, ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ഒരു ഷോ ആയി മാറിയപ്പം. അല്ല ആര്യ, നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മളത് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്നാലേ നമ്മളെ ആരെങ്കിലും ശ്രദ്ധിക്കുള്ളൂ. അതൊരു സത്യം. ഞാൻ ഇതിൽ മാത്രമല്ല എന്ത് കാര്യത്തില്ല. ഇപ്പം നമ്മൾ പേഴ്സണലി ഒരു കാര്യം ചെയ്യണമെങ്കിൽ പോലും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നാലും അല്ലെങ്കിൽ ആർക്കൊരു വില ഉണ്ടാവില്ല. അത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇലക്ഷൻ വരാൻ പോകുന്നു, ഇനി കുറച്ച് സമയമുള്ളൂ. അപ്പോൾ അടുത്ത തവണ ഇനി ഒരു 3-ാം ടൈം വരികയാണെങ്കിൽ ഇതേ സ്ഥാനത്തേക്കൊക്കെ വരണം എന്ന് അദ്ദേഹം സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം പറയാം, KSRTC മര്യാദയ്ക്ക് ആളുകൾക്ക് ശമ്പളം കെട്ടി തുടങ്ങി, അത്യാവശ്യം കൊള്ളാവുന്ന വണ്ടികളൊക്കെ വന്നു. ഇതിനു മുൻപും ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നപ്പോഴാണ് KSRTCക്ക് നല്ല വണ്ടിയൊക്കെ ഉണ്ടായത്. അതിൽ യാതൊരു തർക്കമില്ല. പക്ഷേ ഇത് ഇന്ന് നമുക്കൊരു കോമഡിയായി തോന്നുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം വളരെ കുറച്ച് എയർ ഫോൺ ഉള്ളൂ, അതിന് വേണ്ടിയിട്ട് JCB കൊണ്ടുവന്ന് അതിൽ ഫിറ്റ് ചെയ്ത്. അതെ. അപ്പോൾ അത്ര അധികം ഉണ്ട്, വലിയ കൂമ്പാരം അല്ലേ ഇട്ടേക്കണു. അത് തകർക്കൊക്കെ ആണെങ്കിൽ ഒരു മുന്നറിയിപ്പ് എന്ന നിലയ്ക്ക് അത് നല്ല കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ മാധ്യമപ്രവർത്തകർക്കും ചിരി വരുന്നുണ്ടായിരുന്നു, ഈ MPDയുടെ ഉദ്യോഗസ്ഥർക്കും ചിരി വരുന്നുണ്ട്. പിന്നെ അതിന് ആ ചിരി മാറ്റി വെച്ചിട്ട് ഇനി ചെയ്താൽ ഇതേപോലെ പൊടിച്ചു കളയും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനൊരു കാഴ്ച നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ ഒന്നും അധികം കണ്ടിട്ടില്ല തോന്നുന്നല്ലേ. പലപ്പോഴും ഈ വ്യാജ മദ്യമൊക്കെ പിടിക്കുന്ന സമയത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെ റോഡ് റോളർ വീട് തകർക്കുന്ന പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കും. പക്ഷെ അവിടെ എയർ ഹോണുകൾക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തിയതാരാ? CPM നേതാവാ. അതെ. അല്ല ഇത് വലിയ പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പരിപാടിയുടെ അടുത്ത് വന്ന് ശബ്ദം ഉണ്ടാക്കിയത്. ഇപ്പം അല്ലാതെ നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്തൊക്കെ ഒരു വണ്ടി വന്ന് പെട്ടെന്ന് ഇത് ശബ്ദം ഉണ്ടാക്കി 2-വീലറുകാരൊക്കെ അല്ലെങ്കിൽ ഭയപ്പെട്ടു. അത് നിയന്ത്രണം വിട്ട് അപകടം ഉണ്ടാകാൻ പോലും കാരണമാണ്. അത് ഒരു മര്യാദയില്ലാതെ ചെവി പൊട്ടിപ്പോകുന്ന നിലയിൽ ഇത് അടിക്കുന്നതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ അത് ഒഴിവാക്കേണ്ടതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഉദ്യോഗസ്ഥർക്കൊക്കെ ഒരേ ചുമതലയുണ്ടല്ലോ. ഇതൊക്കെ ഇപ്പോൾ സിമ്പിളായിട്ട് നോക്കിയാൽ അറിയാം. നമുക്ക് വേഗത, എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ പിന്നെ വേഗത പരിശോധന, സ്പീഡ് ഗവർണർ ഉണ്ടോ, ഇത് പരിശോധന നടക്കും. ഒരാഴ്ച പരിശോധന സ്റ്റെഫിൻ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ സ്കൂൾ ബസ് ആ ഒരു വാർത്ത വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമ്പോൾ മാത്രം, അല്ലാത്ത സമയത്തും ഇവർക്കത് ചെയ്യാം. പക്ഷെ അത് ഉണ്ടാവുന്നില്ല. പക്ഷെ എന്തായാലും ഈ റോഡ് റോളർ കയറ്റി ഹോണെല്ലാം പൊട്ടിച്ചോളാം, ഇതോടുകൂടി നിർത്തരുത്. തുടരണോ? പൊട്ടിക്കാനുള്ള സാഹചര്യം ഇവര് കൃത്യമായിട്ട് അവരുടെ ജോലി ചെയ്ത് കൃത്യമായിട്ട് ഓരോ ഇടവേളകളിൽ പരിശോധന നടന്നാൽ ഈ എയർഫോൺ ആരും പിടിപ്പിക്കില്ലല്ലോ. കാരണം പിടിച്ചാൽ എടുത്തുകൊണ്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഇനി ഇങ്ങനെ കൂട്ടിയിട്ട് പൊട്ടിക്കണോ അല്ലാതെ ഓരോന്നോരോന്നായിട്ട് പിടിച്ചെടുക്കണോ എന്ന് ഉദ്യോഗസ്ഥർ തീരുമാനിക്കട്ടെ. ശരി.